ഹലോ, വെൽക്കം ബാക്ക്. ഹെവിക്കുള്ളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ക്യാറ്റിൻ്റെ 4x4B ആണ്. അത് തന്നെ BS5 വണ്ടിയാണ്. BS5 വണ്ടിയിൽ BS3നെ അപേക്ഷിച്ച് നമുക്ക് എൻജിനും കാര്യങ്ങളെല്ലാം മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഇൻ്റർകൂളറും അതുപോലെ തന്നെ ഡീസലിൻ്റെ കൂളറും എല്ലാം ഫ്രണ്ടിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്യാബിനാണ് ഇപ്പോഴത്തെ ക്യാബിൻ വരുന്നത്. അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്യാബിനാണ്. അതായത് പുറമേ യൂറോപ്യൻ കൺട്രിയിലായാലും വരുന്നത് ഇതേ സെയിം സ്പെക്കിൽ തന്നെയാണ്. മറ്റേത് ആദ്യം വന്നുകൊണ്ട് ഒരു ഇന്ത്യൻ മേക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അത് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നത് പക്ക ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ വരുന്നത്. അതിൻ്റെ ക്യാബിനായാലും അതിൻ്റെ ഡോറുകളുടെ ഹിഞ്ചും കാര്യങ്ങളും എല്ലാം ഭയങ്കര മാറ്റമുണ്ട്. അതുപോലെ തന്നെ ക്യാറ്റിൻ്റെ തന്നെ ഓൺ എഞ്ചിനാണ്. വളരെ ഒതുങ്ങിയിട്ടുള്ള വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പവറും മൈലേജും കാര്യങ്ങളെല്ലാം തരുന്ന നല്ലൊരു എഞ്ചിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻസ് ഒന്നും ആരും റിപ്പോർട്ട് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. നല്ല എഞ്ചിനാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ടീം രാവിലെ തന്നെ എത്തി അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിലേക്കുള്ള ക്ലാമ്പിൻ്റെ വെൽഡിങ്ങും ജസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 80% വർക്കുകളെല്ലാം ഞങ്ങളുടെ ഓൺ വർക്ക്ഷോപ്പുകളിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ ഒന്ന് സൈറ്റിൽ ഒന്ന് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലവരങ്ങനെ ചോദിക്കുന്നുണ്ട്, കമൻ്റൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഒന്നും കാണിക്കാറില്ല, വെള്ളയ്ക്കും പരിപാടികളൊന്നും കുറേ കാണിക്കുന്നില്ല. അപ്പോൾ ക്ലാമ്പുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ കണ്ടൻസർ പിടിപ്പിക്കലാണ് ഫ്രണ്ടിൽ. അപ്പോൾ കണ്ടൻസർ നമ്മൾ ഇപ്പോൾ കൂടുതൽ ഫിറ്റിങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരത് BS6-ൻ്റെ നമ്മുടെ HDT വെഹിക്കിളിൽ, അതായത് മീൻസ് ഹെവി വണ്ടികളിൽ അവരുടെ വരുന്ന കണ്ടൻസറാണ് ഫിറ്റ് ചെയ്യുന്നത്. അതാവുമ്പോൾ നല്ല രീതിയിൽ തന്നെ കണ്ടൻസേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ കംപ്രസർ വരുന്നത് സാൻഡൻ കമ്പനിയുടെ 7 പിസ്റ്റൻ്റെ കംപ്രസറാണ്. SD7H15 എന്ന് പറഞ്ഞിട്ടുള്ള കംപ്രസറാണ്. പിന്നെ ഫിറ്റിംഗ് വരുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒറ്റ ബെൽറ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബെൽറ്റ് സെപ്പറേറ്റ് ടൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി വരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഓട്ടോ ടെൻഷനറും കാര്യങ്ങളും ഇട്ടിട്ടാണ് വരുന്നത്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കംപ്രസറും അതിനോട് ചേർന്ന് തന്നെ ഒരു ഐഡലറും ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് സൈസായിട്ടുള്ള അതിൻ്റെ ഒരു ബെൽറ്റും ഉണ്ട്. ആ ബെൽറ്റ് ഇട്ട് നമ്മൾ ജസ്റ്റ് ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ബെൽറ്റ് ടൈറ്റ് ചെയ്യണം, ബെൽറ്റ് ലൂസായി പോകണോ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ക്ലാമ്പും കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് മേലെ പിടിപ്പിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്, അകത്ത് പിടിപ്പിക്കുന്ന യൂണിറ്റ് 14 സീറ്റ് ട്രാവലറിൽ വരുന്ന യൂണിറ്റാണ്. മൈക്രോ ബസ് എന്നാണ് പറയുക. ആ മോഡലിനെ പറയുന്ന പേര് മൈക്രോ ബസ് എന്നാണ്. അപ്പോൾ അങ്ങനത്തെ അത്രയും വലിയ ഒരു യൂണിറ്റാണ് നമ്മൾ കയറ്റി പിടിക്കുന്നത്. പെട്ടെന്ന് തണുക്കാനും അത്യാവശ്യം ലൈഫും കിട്ടുന്ന യൂണിറ്റാണത്. അപ്പോൾ നമ്മുടെ റൂഫ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം, അതിന് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് റൂഫ് കയറ്റുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ക്ലാമ്പുകളെല്ലാം നമുക്ക് CNC മെഷീനിൽ ഞങ്ങൾ കട്ടിങ് കഴിഞ്ഞ് അത് ബെൻഡിങ് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് ഇവിടെ നിന്ന് ജസ്റ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയിൽ സാധനം ഇരുന്നോളും. അതുമാതിരി തന്നെ സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ അത് 4 mm തിക്നെസ്സുള്ള പ്ലേറ്റിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒടിഞ്ഞ് വീഴും, ഒടിഞ്ഞ് തലയ്ക്ക് ചാടും എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. പിന്നെ അപ്പോൾ നമ്മൾ ഈ സാധനം ക്ലാമ്പ് ചെയ്ത് കണ്ടൻസറും പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻസർ ഓൾറെഡി പിടിപ്പിക്കാനുള്ള ക്ലാമ്പ് അതും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കണ്ടൻസറിൻ്റെ ഫ്രെയിമിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് നേരെ ബോൾട്ടിംഗ് ആണ് നമ്മൾ അതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻസർ ആ ഇൻ്റർകൂളറിൻ്റെയും റേഡിയേറ്ററിൻ്റെ ഒക്കെ തന്നെ അത്രയും വലുപ്പത്തിലുള്ളതുകൊണ്ട് തന്നെ കണ്ടൻസേഷൻ വളരെ നന്നായിട്ട് നടക്കും. പിന്നെ ചിലവർക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ പുല്ലിൻ്റെ നാമ്പും കാര്യങ്ങളെല്ലാം കയറി പിടിച്ച് പൊടിയും കയറി പിടിച്ച് ഭയങ്കരമായിട്ട് അടഞ്ഞു പോകാറുണ്ട്. ഈ പുല്ലിൻ്റെ നാമ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. പുല്ലും അങ്ങനത്തെ ചപ്പുകളും കാര്യങ്ങളും അടയുന്നത്. അതിനേറ്റവും നല്ലത് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കൊതുക് പോലത്തെ ഒരു നെറ്റ് ഇടാണെന്നുണ്ടെങ്കിൽ അത് എടുത്തൊന്ന് വെറുതെ കുടഞ്ഞാൽ മതി. അപ്പോൾ അത് ഡെയിലി പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഫിൻസും കാര്യങ്ങളൊന്നും അടയില്ല, നല്ല ലൈഫും കിട്ടും. അതുപോലെ തന്നെ 3-4 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം നമ്മുടെ വർക്ക് എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ അതിനനുസരിച്ചിട്ട് ആ കണ്ടൻസറിന് വെള്ളമടിച്ചൊന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിൽ വളരെ നല്ലത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗണ്ണ് വെച്ചിട്ടായാലും ചളങ്ങാത്ത രീതിയിൽ, അതിൻ്റെ ഫിൻസ് ചളങ്ങാത്ത രീതിയിൽ നമുക്കതൊന്ന് വെള്ളമടിച്ച് കഴുകുകയാണെങ്കിൽ, അത്യാവശ്യം ചെറിയ പ്രഷറിൽ വെള്ളമടിച്ച് കഴുകുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പൈപ്പുകളെല്ലാം ക്രിമ്പ് ചെയ്തതിന് ശേഷം കംപ്രസറിലേക്കും അതുപോലെ നമ്മുടെ യൂണിറ്റിലേക്കും പൈപ്പുകൾ ഫിറ്റ് ചെയ്ത് പ്രഷർ അടിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പ്രഷർ അടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ പ്രഷർ അടിക്കുന്നതൊന്നും നമ്മൾ നിലവിൽ അതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി വേറെ ഒരുപാട് സമയം കളയണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചിലർ കമൻറ്റിൽ ചോദിക്കാറുണ്ട്, പ്രഷർ അടിക്കാറില്ലേ,
വാക്യൂം ചെയ്യാറില്ലേ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ സ്ഥിരം ചെയ്യുന്ന പ്രോസസ്സാണ്. അതിപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും അതിനകത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കാത്തത്. ഓക്കെ, ഇപ്പോൾ ഈ മോഡലിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംഭവം തണുത്തോളും, വേറെ വിഷയങ്ങൾ വരാറുമില്ല. അതായത് 7 പിസ്റ്റണിൻ്റെ കംപ്രസർ ആയതുകൊണ്ടും ഫ്രണ്ടിൽ വയ്ക്കുന്ന കണ്ടൻസർ അതിൻ്റേതായ കപ്പാസിറ്റി അത്രയും വലുപ്പത്തിലുള്ളതുകൊണ്ടും പിന്നെ അത് ഈ ഒരു ട്രക്കിന് വരുന്ന ഒരു മോഡലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ഡ്യൂട്ടിയാണ്. പിന്നെ അകത്ത് വരുന്ന യൂണിറ്റ് ഇത്രയും വലുപ്പമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടക്കും. നോർമലി ഇപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെ ചൂടുള്ള സ്ഥലമാണ്. അതായത് കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ്. നിലവിലിപ്പോൾ പറയുന്നത് കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ള സ്ഥലമാണ്. കാണാൻ മീൻസ് ചെങ്കല്ല് റെയിലത്തെ വർക്കുകളെന്ന് പറയുന്ന അത്രയും പാടായിട്ടുള്ള വർക്കുകളും നന്നായിട്ടുള്ള ഹീറ്റും കാര്യങ്ങളും വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത്രയും ഹീറ്റ് വരുന്നതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് കയറി തണുക്കാൻ വേണം. നമ്മുടെ വണ്ടിയുടെ അകത്ത് അത്യാവശ്യം മാന്യമായിട്ട് ഒരു ടെമ്പറേച്ചർ കയറി വരുന്നുണ്ട്. അതായത് മീൻസ് നല്ല വെയിലത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 50-55 ഡിഗ്രിയുടെ അടുത്ത് ചൂട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ചൂടിനെ പ്രതിരോധിക്കണം. നമുക്ക് അതായത് ചൂടിനെ 20-22 ഡിഗ്രിയിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ നമുക്ക് ആവശ്യമാണ്. നിലവിൽ അതുകൂടാതെ ഇപ്പോൾ ഗ്യാസ് ചാർജിങ്ങിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രഷർ അടിക്കൽ കഴിഞ്ഞ് വാക്യൂം കഴിഞ്ഞ് അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഗ്യാസ് കയറ്റിയത്. അപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അതൊക്കെ ലോങ് പ്രോസസ്സുകളാണ്. കാരണം പ്രഷർ അടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ ഹോൾഡ് ചെയ്തിടും. അത് കഴിഞ്ഞാൽ വാക്യൂം ഈ പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്ത് നിർത്തിയതിന് ശേഷം വേറെ ലീക്കുകളൊന്നുമില്ല എന്ന് കൺഫേം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മളെല്ലാം ചെയ്യുന്ന ഓറിങ് ടൈപ്പ് ഫിറ്റിങ്സാണ്. ഒരു 90% ഓറിങ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്കേജിനുള്ള ചാൻസസും വളരെ കുറവാണ്. 134 സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് കൂളിങ് പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജ് ഷോട്ടോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ചാൻസും വളരെ കുറവാണ്. ലോഡ് കുറവാണ് 134 സിസ്റ്റത്തിന്. നിലവിലിപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് 22 സിസ്റ്റം ചെയ്യുന്നുണ്ട്. 22 സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലോഡ് പ്രഷറിലെ വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ലോഡ് വരും. അപ്പോൾ ലോഡ് വരുന്നതിനനുസരിച്ച് മൈലേജ് ഷോർട്ടേജും കാര്യങ്ങളും വരും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കമ്പോണൻസിനും ലൈഫ് കുറയും. അപ്പോൾ 134 ആണെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരാനില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു 3000 മണിക്കൂറിനടുത്ത് ഈ വണ്ടി ഓടിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പൊടിയാണ് ജസ്റ്റ് ആ കണ്ടത് നിലവിൽ. എന്നാലും വണ്ടി ഓടി തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങോട്ട് ഉഷാറായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ അവസ്ഥ, വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ ഈ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സാധനം തണുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വേറെ കുഴപ്പങ്ങളില്ലാണ്ട് കിടന്ന് വർക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ക്യാറ്റ് എന്ന് പറയുമ്പോൾ നോർമലി അത്യാവശ്യം നല്ല കട്ടിപ്പണിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കസ്റ്റമർ ആ വണ്ടി ചൂസ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, നമ്മുടെ ടീമിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഓക്കെ.